പല ഭാഗങ്ങളിലും പല സമയത്തും ഈ സിനിമയുടെ തിരക്കഥ എഴുതുന്നത് അല്ലെങ്കിൽ ഇതിലെ ഡയലോഗുകൾ എഴുതുന്നത് സുരേഷ് ഗോപി തന്നെയാണോ എന്ന് എനിക്കൊരു തോന്നലുണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളും അദ്ദേഹം നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഡയലോഗുകൾ എഴുതി ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് പലർക്കും ഇഷ്ടപ്പെടാതിരിക്കാം എന്ന് കരുതി സിനിമയ്ക്ക് പോകാതിരിക്കല്ലേ. അപ്പോൾ JSK സിനിമേൻ്റെ പേര് ഇപ്പോൾ വേറെ എന്തോ മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ചുരുക്കി പറഞ്ഞ് JSK എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒടുവിൽ ഇത് റിലീസായിട്ടുണ്ട്. സെൻസർ ബോർഡിൻ്റെ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമയിലേക്ക് വരികയാണെങ്കിൽ സുരേഷ് ഗോപി സാർ നടിക്കുന്ന ഈ സിനിമയിൽ അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ നടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അനുപമ പരമേശ്വരൻ വളരെ വെടിപ്പായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ വളരെ എടുത്തു പറയേണ്ട, അവരെ ബേസ് ചെയ്തിട്ടുള്ള സിനിമ തന്നെയാണല്ലോ. അപ്പോൾ അത് വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അഭിനയത്തിൽ തീരെ പോരാത്ത നവീൻ എന്നുള്ളൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിന് ഇപ്പം പലരും ട്രോളി കൊല്ലുന്നുണ്ടാവും, എന്നാലും പറയാം പോരാ. പിന്നെ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ സംവിധായക മികവ് ഇതിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ്. പിന്നെ കോർട്ട് റൂമാണല്ലോ. കോർട്ട് റൂം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. നേര്, അതുപോലെ മേൽവിലാസം, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണ് ഈ JSK എന്ന് പറയുന്നത്. അപ്പോൾ ഇര അതാണല്ലോ ഇപ്പോൾ ഇത് നമ്മുടെ റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീക്ക് പറയുന്ന പേരാണ് ഇര. അങ്ങനെ തന്നെ അല്ലേ? ഇതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം. അപ്പോൾ ഈ ഇര എന്ന് പറയുന്ന വ്യക്തിയുടെ മാനസിക സമ്മർദ്ദങ്ങളും അതുപോലെ അവർക്ക് കിട്ടേണ്ട നീതി, അവർക്ക് കിട്ടേണ്ട ന്യായം, അതൊക്കെ ഏതൊക്കെ രീതിയിലൂടെയാണെന്നുള്ളൊരു പറച്ചിലും കൂടിയാണ് ഈ സിനിമയിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ സിനിമ ഇതിൻ്റെ കേസ് നടത്തപ്പെടേണ്ട സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈര നേരിടേണ്ട അനുഭവങ്ങളും ജനങ്ങൾ പൊതുവെ നേരിടേണ്ട പല പ്രശ്നങ്ങളും ഈ സിനിമയിൽ വരച്ച് കാട്ടുന്നുണ്ട്. സർക്കാർ ഏതൊക്കെ രീതിയിൽ വേണം ജനങ്ങളോട് പെരുമാറേണ്ടത്, ഉദ്യോഗസ്ഥന്മാർ പെരുമാറേണ്ടത് എന്നൊക്കെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ ചിലപ്പം ചില വിഭാഗക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. അതൊക്കെ അവിടെ മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ സിനിമയുടെ രീതിയിൽ മാത്രം കാണുകയാണെങ്കിൽ നല്ല അടിപൊളി സിനിമയാണ്. ഈ 2025 ഇറങ്ങിയ നല്ലൊരു സിനിമയുടെ കൂട്ടത്തിലേക്കും മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ് ഈ JSK എന്ന് പറയുന്ന സുരേഷ് ഗോപി സാറിൻ്റെ സിനിമ. പല ഭാഗങ്ങളിലും പല സമയത്തും ഈ സിനിമയുടെ തിരക്കഥ എഴുതുന്നത് അല്ലെങ്കിൽ ഇതിലെ ഡയലോഗുകൾ എഴുതുന്നത് സുരേഷ് ഗോപി തന്നെയാണോ എന്ന് എനിക്കൊരു തോന്നലുണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളും അദ്ദേഹം നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഡയലോഗുകൾ എഴുതി ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് പലർക്കും ഇഷ്ടപ്പെടാതിരിക്കാം എന്ന് കരുതി സിനിമയ്ക്ക് പോകാതിരിക്കല്ലേ.